സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും ഒരു യാത്ര പോവുകയാണ്. അതൊരു ചെറിയ യാത്രയാണ്, ഒരു തീർത്ഥാടന യാത്ര, ഒരു തീർത്ഥാടനം, പിൽഗ്രിമേജ്. ഇപ്പം നമ്മൾ ധാരാളം വീഡിയോകൾ ഇപ്പം നമ്മൾ രാഷ്ട്രീയ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തുടരും. പിന്നെ എന്തായാലും ഈ യാത്ര എന്ന് പറയുന്നത് ഞാൻ 2 മാസത്തിന് മുൻപേ ബുക്ക് ചെയ്തിരുന്നതാണ്. സാക്ഷാൽ തിരുവെങ്കടാചലപതിയെ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 2 പ്രാവശ്യം തിരുപ്പതി തിരുമലയിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഭയങ്കരമായ തിരക്കായിരുന്നു. പിന്നെ മറ്റൊരു കാരണവുമുണ്ട്. നമുക്ക് എല്ലായിടത്തും എനിക്ക് പെർഫെക്ഷൻ വേണം, സാറ്റിസ്ഫാക്ഷൻ വേണം, അതായത് പൂർണ്ണത വേണം, സംതൃപ്തി വേണം. പൂർണ്ണത മനുഷ്യന് സാധിക്കുന്ന കാര്യമേ അല്ല. പിന്നെ സംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെയാണ്. അപ്പം 2 പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം നല്ല തിരക്കായിരുന്നെങ്കിലും നന്നായിട്ട് ഭഗവാനെ കാണാൻ പറ്റി, തൊഴാൻ പറ്റി. 2ാമത്തെ പ്രാവശ്യം കഴിഞ്ഞ വർഷം ഞാൻ കാണിക്കവഞ്ചിയിൽ കുറേ നാണയങ്ങൾ ഇട്ടിരുന്നു. അതൊരു വലിയ ചുവന്ന പട്ടിനകത്ത് അതെല്ലാം കിഴിയായിട്ട് നല്ലൊരു ഭാരത്തോടെ ഒരു കിഴി ഉണ്ടായിരുന്നു. ഇതൊക്കെ വളരെ സമർപ്പണ മനോഭാവത്തോടെ അതെല്ലാം ശേഖരിച്ച് അത് ഭഗവാന് സമർപ്പിക്കാനായിട്ട് അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുപോയി. ഈ സത്യമാണ്, നമുക്ക് ഭഗവാനെ നമ്മൾ വണങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ മറ്റ് ഭൗതിക കാര്യങ്ങളിലോട്ട് നമ്മുടെ ശ്രദ്ധ പോയാൽ ഭഗവാൻ നമ്മളെ കാണാനായിട്ട് അനുവദിക്കത്തില്ല. ഭഗവാന്റെ ദർശനം നമുക്ക് കിട്ടത്തില്ല. അതെനിക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ തിരുവെങ്കടാചലപതിയെ, ബാലാജിയെ തൊഴാനായിട്ട് നാളെ ഞാൻ വീണ്ടും പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തിരുപ്പതിക്ക് പോയ കോട്ടയം മോഷ ട്രാവൽസിൻ്റെ കൂടെയാണ് പോകുന്നത്. എൻ്റെ 2 ഫ്രണ്ട്സും പിന്നെ അവരുടെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നത്. നാളെ പിന്നെ കോട്ടയം വരെ പോകേണ്ട, തിരുവല്ലയിൽ നിന്നാണ് യാത്ര. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിഴിയും കൊണ്ടൊക്കെ ഞാൻ പോയി. കിഴി ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു. കിഴി പിടിച്ചപ്പം കിഴി എങ്ങോട്ടേലും പോകുമോ എന്നുള്ള ഒരു കാര്യം, കിഴി ഭഗവാന്റെ നടയ്ക്ക് വെക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോയത്. എന്നോട് മുൻപൊരാൾ പറഞ്ഞത് ആ നടയ്ക്ക് വെക്കാൻ പറ്റുമെന്നായിരുന്നു. അവിടുത്തെ ജനലക്ഷങ്ങളുടെ തിരക്കിനകത്ത് നടയ്ക്ക് വെക്കാനുള്ള അവസരം കിട്ടിയില്ല. ആ ക്യൂവിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കിഴി എവിടെ വെക്കും എന്നുള്ള കിഴിയിലുള്ള നോട്ടവും ഇവിടെ വെക്കുമെന്നുള്ള സ്പേസിൻ്റെ നോട്ടവും കാരണം ഭഗവാന്റെ ദർശനം എനിക്ക് ഭഗവാൻ തന്നില്ല. കാരണം നമുക്ക് ഇതുപോലെ ലക്ഷങ്ങൾ വരുന്നിടത്ത് നമുക്കൊരു സെക്കൻഡേ കിട്ടൂ. അത് ഓരോരുത്തരുടെ ഭാഗ്യമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നെ ആ ഭാഗ്യം അനുവദിച്ചില്ല. ഞാൻ പോയി, കിഴിയും കയ്യിലുണ്ടായിരുന്നു. കിഴി ഭഗവാന്റെ നടയെ വെക്കണമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേന് അവിടെ ഇരുന്ന കാവൽക്കാരൻ തള്ളി നീക്കിയത് കാരണം ഭഗവാനെ തൊഴാൻ പറ്റില്ല. തിരിച്ചു മടങ്ങി വന്ന് തൊഴുക എന്ന് പറഞ്ഞാൽ തിരുപ്പതിയിലെ ഒരിക്കലും സാധ്യമാവുന്ന കാര്യമേ അല്ല. അതേസമയം ഗുരുവായൂരാണെങ്കിൽ നമുക്ക് വീണ്ടും കയറാൻ ക്യൂവിൽ പോയി നിന്നാൽ മതി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പൂർണ്ണമായിട്ട് ഭഗവാനെ കണ്ട് തൊഴാനുള്ള ഭാഗ്യം ഉണ്ടാകാഞ്ഞത് കൊണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ചെല്ലണമെന്നുള്ളതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ തെള്ള് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എവിടെയെങ്കിലും വരുന്നില്ല. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു കാണും, ഇല്ല ഇവളെ ഒന്നുകൂടെ വരുത്തിയിട്ട് ഞാൻ ഇടങ്ങും. അപ്പോൾ ഞാൻ ഒന്നല്ല, ഇനി ആയുസ്സും ആരോഗ്യം തരുന്നോലെ കാലം കാലും കൈകൾക്കും ആരോഗ്യമുണ്ടെങ്കിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് എനിക്ക് എൻ്റെ പാദത്തിന് ശക്തി തരണേ എന്ന് ഭഗവാനോട് നാരായണീയത്തിലൂടെ പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. കാലുകൾക്ക് ശക്തിയും മനസ്സിന് ശക്തിയും ആരോഗ്യവും തന്നാൽ ഭഗവാനെ വീണ്ടും പോയിട്ട് ദർശിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ വീണ്ടും തിരുമല ബാലാജിയെ തൊഴാനായിട്ട് നാളെ യാത്രയാണ്. തിരുവല്ലയിൽ നിന്ന് കോട്ടയം അക്ഷയുടെ കൂടാണ്. അപ്പോൾ ഇപ്രാവശ്യം 3 ദിവസത്തെ യാത്രയേ ഉള്ളൂ. ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകുന്നില്ല. തിരുപ്പതിയിലും പത്മാവതിയിലും അതുപോലെ തന്നെ കാളഹസ്തിയും അതൊക്കെ ഉള്ളൂ പ്രധാനമായിട്ട്. 3ാമത്തെ ദിവസം രാത്രി തന്നെ തിരിച്ചു മടങ്ങി വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ തീർത്ഥയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെറിയ തോതിൽ, അപ്പോൾ ഒരു ചെറിയ ബാഗ്, കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി അതൊന്ന് പോകാനുള്ള ഒരുക്കം മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഹാർദവമായിട്ടുള്ള സ്വാഗതം. ചെറിയ ആ ഒരുക്കങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഈ ചെറിയ ബാഗാണ്. കഴിഞ്ഞ പ്രാവശ്യം ഹിമാലയ യാത്രയ്ക്ക്, അതായത് ഹരിദ്വാർ, കേദാർ, ബദരീനാഥൊക്കെ പോയ യാത്രയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയ ഷോൾഡർ ബാഗാണ്. അന്ന് വേറെ പെട്ടിയും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത് മാത്രമേ കൊണ്ടുപോകുന്നത്. പിന്നെ ലഗേജ് കുറയ്ക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് തോന്നിയത്. ഇപ്പം ബസ്സിലായതുകൊണ്ട് ലഗേജ് ബസ്സിനടിയിൽ പോകും. പിന്നെ നമുക്ക് അത്ര വലിയ ഭാരമൊന്നുമില്ല. എങ്കിൽ തന്നെയും ചേട്ടത്തൊക്കെയാലും നമ്മൾ എടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ചെറിയ ബാഗ് എടുത്തു. അപ്പോൾ ലഗേജ് കുറയാമെന്ന് വെച്ചു. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നാണല്ലോ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഏറ്റവും ഒടുവിലെടുക്കേണ്ടതായ സംഭവം, ഭഗവാനെ കാണാൻ പോകുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, നമുക്ക് കംഫർട്ടായിട്ടുള്ള മറ്റു വസ്ത്രങ്ങൾ ധരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സെറ്റ് മുണ്ടാണ് ഇപ്രാവശ്യം
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാരിയായിരുന്നു, അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു സെറ്റ്, അപ്പോൾ ചൂടുകാലവും ആയതുകൊണ്ട് സെറ്റ് കൊണ്ടാണ് ഉടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാദ്യമായിട്ട് എടുത്തു വെക്കട്ടെ. ഭഗവാനെ, എൻ്റെ ഗുരുവായൂരപ്പ തിരുപ്പതി ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാത്രയൊക്കെ സുഖമാകണേ എന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ തയ്യാറെടുപ്പ് പെട്ടിയില്ല ബാഗാണ്, അത് അടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ അനുസാരികൾ എടുത്തു വെക്കാം. സ്ഥലം വളരെ കുറവാണ്, പക്ഷേ ഇതിനകത്ത് കുറേ സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും. പിന്നെ ആദ്യം തിരുപ്പതിയിലേക്കല്ല, പത്മാവതി ചെന്നിട്ട് തിരുപ്പതിയിലേക്കാണ്. ഭഗവാന്റെ ധർമ്മപത്നിയായിട്ടുള്ള പത്മാവതിയെ കണ്ടിട്ട് വേണമല്ലോ നമ്മൾ തിരുപ്പതി ഭഗവാനെ തൊഴാൻ. അപ്പം നമുക്ക് അവിടേക്കാണ് ആദ്യ യാത്ര. ആ യാത്രയ്ക്കുള്ള മറ്റ് ഡ്രസ്സുകളൊക്കെ കുറച്ച്, അതുപോലെ ഞാനിപ്പം ദുബായ് യാത്രയ്ക്ക് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്. എപ്പോഴും എനിക്ക് ഡ്രസ്സിനോട് എനിക്ക് എപ്പോഴും പുതുമ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് പഴയത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പിന്നെയും പുതിയതിനോടാണ്. എല്ലാവരും പഴമേ ഇഷ്ടമാണ്, പഴയത് ഇഷ്ടമാണ്, ഒക്കെ ശരി. പക്ഷേ ഡ്രസ്സിൻ്റെ കാര്യത്തിലും ചിന്തയുടെ കാര്യത്തിലും ഒക്കെ എനിക്ക് പുതുമയോടാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ ഞാൻ പുതിയതായിട്ട് അവിടേക്ക് പോകാനായിട്ട്, അത് നിങ്ങൾ കണ്ടു കാണും, ഞാൻ ദുബായ് യാത്രയിൽ എല്ലായിടത്തും ഇടുകയും കുറച്ച് വീഡിയോ ഒക്കെ ഫോട്ടോയും ഒക്കെ എടുത്തതാണ്. അപ്പോൾ അതിന് വേണ്ടി എടുത്ത ഒരു നല്ല എനിക്കിഷ്ടപ്പെട്ട ഒരു ജീൻസിൻ്റെ ടോപ്പാണ്. കട്ടിയൊന്നുമില്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എടുത്താണ്. 1690 എങ്ങാണ്ട് വിലയായതായിരുന്നു. ചിലരെന്നോട് പറയും ഞാനിതെല്ലാം പറയും വില പറയത്തില്ലെന്ന്. നമ്മളെന്തിനാണ് വില പറയുന്നത് വെറുതെ എന്ന് വിചാരിച്ചിട്ടാണ്. ചിലതിൻ്റെ ആവശ്യമുള്ളതിൻ്റെ പറയാം, പക്ഷേ ഇതിന് പറഞ്ഞതേ ഉള്ളൂ. ഇതാർക്കെങ്കിലും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് വാങ്ങിച്ചോട്ടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ അനിയത്തി സുമ തന്നെ സെലക്ട് ചെയ്ത് തന്നാണ്. എനിക്ക് ചേരുമെന്ന് എല്ലാവരും പറയുകയും ചെയ്തു. നിങ്ങൾക്കും ഇതുപോലത്തെയൊക്കെ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഓരോരോ വിലയുടെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും വാങ്ങിക്കുക. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ ജീൻസിൻ്റെ ടോപ്പാണ് വെക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം, സമയം ഒത്തിരി ഇല്ല. പിന്നെ എളുപ്പം വെക്കട്ടെ. പിന്നെ അതിൻ്റെ കൂടെ ഒരു പാൻറ്റ്, പിന്നെ ഇടാനുള്ള സാധനം അത് വേറെ ഒരു ടോപ്പും അതും വെച്ചിട്ടുണ്ട്. അത് വെളിയിൽ വെച്ചാൽ മതിയല്ലോ. പിന്നെ അടുത്തതായിട്ടൊരു ലൂസ് പാൻറ്റ്, ഇതിനൊക്കെ പേരൊക്കെ വേറെ ഉണ്ട്, അതൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല, മറവിയല്ലേ. ഇനി അടുത്തത് അതും ഒരു ടോപ്പാണ്. അത് ഞാൻ ദുബായ് യാത്രയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. എല്ലാവരും കണ്ടു കാണും, പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ പിന്നെ അത് തന്നെ ഉപയോഗിക്കും. അത് ഇപ്പോൾ ഇതിനകത്ത് ഞാനിതിൻ്റെ ഡ്രസ്സിൻ്റെ വൈവിധ്യം കാണിക്കുക എന്നുള്ളതല്ല, ഞാൻ ഈ ചെറിയ ബാഗിൽ ഇതെങ്ങനെ അടുക്കി വെക്കുന്നു എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ എൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ പറയാം. ഇനി തിരുപ്പതിയെപ്പറ്റി ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. ആദ്യത്തെ വീഡിയോ 35,000 പേര്, 40,000 പേര്, 50,000 പേരൊക്കെ കണ്ടിട്ടുണ്ട്. 2ാമത്തെ വീഡിയോ അതിലെ പൂജ്യം എല്ലാം വെട്ടിക്കളയുന്ന ആളുകളെ കണ്ടിട്ടുള്ളൂ. ഇനി അതുപോലെ കേദാറിലും ശ്വാസം വലിച്ച് ശ്വാസം വിടാൻ വയ്യാതെ യമുനോത്രിയിലും ഗംഗോത്രിയിലും ഒക്കെ വീഡിയോകൾ, ഒരു 500 പേര് പോലും ഓരോ വീഡിയോയും കാണാതിരുന്നപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം അവിടെ പോവുക എന്ന് പറഞ്ഞ ഒരു സാഹസം തന്നെയാണ്. ഞാൻ ഒരുപാട് ശരീരക്ലേശം അനുഭവിച്ചിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് ശരീരസുഖം ഉണ്ടായത് 2, 3, 4 മാസത്തിന് ശേഷം. ആ ശരീരക്ഷീണം തീർക്കാനാണ് മോൻ എന്നെ കൊണ്ടുപോയത്. അവനോട് പറഞ്ഞു, അമ്മ ഇനി കുറേ നാൾ യാത്രയൊന്നും ചെയ്യരുതെന്ന്. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നു. പിന്നെ തിരുവനന്തപുരത്ത് പോയി. ഇപ്പം ഞാൻ വീണ്ടും തിരുപ്പതിക്ക് പോവാണ്. നേരത്തെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ശരീരക്ഷീണമൊക്കെ വിചാരിച്ചാലായിട്ട് വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നാണ് പറയുന്നത്. അപ്പം വേർ ദർ ഈസ് എ വിഷ് ദർ ഈസ് ഓൾസോ എ വേ. അപ്പോൾ ആ വിഷൊക്കെ പൂർത്തീകരിക്കുക. നമ്മുടെ പ്രായത്തിൽ, നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടാകുന്ന പ്രായത്തിൽ ഒരുമാതിരിയൊക്കെ നമ്മൾ ചെയ്തു. അത് ഇതുവരെയും ഈശ്വരാനുഗ്രഹം കൊണ്ട് വിജയത്തിലാണ് വന്നത്. അപ്പോൾ ഇനിയുള്ള സമയം നടക്കാനാകുമ്പം ഭഗവാനെ കാണാനും മറ്റ് കാഴ്ചകൾ കാണാനും എല്ലാത്തിനും പോകാമെന്ന് വെച്ച് അപ്പം ഞാൻ എൻ്റെ പെട്ടി എടുക്കുന്ന പരിപാടിയിലേക്ക് വീണ്ടും നീങ്ങുവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് അടുക്കി വെക്കാനായിട്ട്. ഡ്രസ്സെന്ന് പറയുന്ന കാര്യം കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം കൊണ്ടു 3 ദിവസത്തേക്കുള്ള ഡ്രസ്സാണ്. 3 ദിവസത്തേക്കുള്ള ഡ്രസ്സെല്ലാം ഞാൻ വെച്ച് കഴിഞ്ഞു. 3-4 ജോഡി 3 ജോഡി പിന്നെ കുർത്തയും പിന്നെ പാൻറ്റും, പിന്നെ അതുപോലെ ഒരു സെറ്റ് മുണ്ടും അതിനുള്ള ഒരു സ്കേർട്ടും. ഇത്രയും മതി 3 ദിവസത്തേക്ക്. ഓക്കെ, അമ്പലത്തിൽ പോകാൻ സെറ്റ് മുണ്ടാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് സെറ്റ് മുണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ ഹാൻഡ് ബാഗിലെ ചെറിയ ബാഗാണ്, അതിനകത്ത് കൊണ്ടുപോകേണ്ട സാമഗ്രികൾ കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം.